പോണ്ടിച്ചേരിയിൽ നിന്ന് കണിയൻ കേവിലേക്കാണ് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. രണ്ട് സൈഡിൽ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. ഏതോ ഗുദാമിൽ കൂടെയൊക്കെയാണ് അല്ലേ പോണല്ലേ. ഏകദേശം അടുത്തെത്തിയോ. പക്ക അഡ്വഞ്ചറായി പോയിട്ടോ. ഇതിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇതിലൊക്കെ ഉണ്ടോ? ബൈക്ക് കിട്ടുണ്ടായിരുന്നു. ബൈക്ക് അല്ല, ഏതോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഏതോ സ്ഥലത്ത് കുറച്ച് ടാസ്ക് റോഡുകളാട്ടോ ഇത്. ഏകദേശം കനിയൻ കേവിൻ്റെ അടുത്തെത്താനായി. വഴികളൊക്കെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരം കല്ലായോ? ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് സോഫക്ക് പകരം അല്ല മറ്റേ സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന. മരം കല്ലായില്ലേ? മരം കല്ലായത് അല്ലേ? ഒരുപാട് കാലം കഴിയുമ്പോൾ ഇങ്ങനെ കല്ലായി മാറുന്നു. ഇതൊക്കെ നാട്ടിലാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം എങ്ങനെ കൊണ്ടുപോകതൊക്കെ? നമ്മൾ ലത്തീഫിനെ ഇങ്ങോട്ട് വിളിച്ചാലോ? വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹെവി വണ്ടി. നമ്മൾ ബൈക്കിൽ ഇവിടെ എത്തി, കേവിൻ്റെ അടുത്ത് നിർത്തി ഇവിടെ പാർക്ക് ചെയ്തിട്ടോ. കാരണം വെച്ചാൽ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ടാസ്ക്കാണ്. കാറിലാണ് സേഫ്. ഭയങ്കര പൊടിയാണ് യാത്രയിൽ. ഇതാണ് കനിയൻ കേവിൻ്റെ പ്ലേസ്. കേവ്, കനിയൻ കേവ്. ഗുണ കേവ് അല്ല, കനിയൻ കേവ്. Wow. ஹாய் காய்ஸ், இப்படி ஒரு கேவு போண்டிச்சேரி பக்கத்தில் உள்ளது உங்கள் பார்த்திருக்கா? அடிப்பொலி கனியன் கேவு. പൊളി സ്ഥലം. വാ വാ വാ. ഓ, apa beauty. വാ. അടിപൊളി കേവ്. പോണ്ടിച്ചേരി പക്കത്താണ്. 30 കിലോമീറ്റർ താണ്ടി ഇങ്ങനെ എത്തിയിരിക്കും. സൂപ്പർ ലൊക്കേഷൻ. பார்க்காதவர் இங்க தேடி வாங்கும். ഇവിടെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ചരിഞ്ഞു നിന്നുണ്ട്. ഇവിടെ വേഗം കൂടെ പോകില്ലല്ലോ. തടിയുള്ളവർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വരുന്നത് തടി കുറച്ചിട്ട് വേണം വരാൻ. രണ്ട് കുറുക്കന്മാരെന്താ ഡ്രോണിന്റെ ഓണാക്കിയോ? അഡ്വഞ്ചർ ആട്ടോ, അഡ്വഞ്ചർ.
ഭയങ്കര റിസ്ക് ആണ്. തടിയുള്ളവർ വരാൻ പറ്റില്ല, ഹൈറ്റിലുള്ളവർക്ക് നന്നായി കുനിയേണ്ടി വരും. ഓ ആ ഇവിടെ വെള്ളത്തിൽ കുഞ്ഞാണി അങ്ങോട്ട് പോയി മരത്തിന്റെ ഫോസില്. ആ അതെ 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 അതെ, മരം വീണിട്ട് അത് കല്ലായി മാറിക്കുക കേട്ടോ. വലിയൊരു ഉറപ്പ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എങ്ങനെ ഒരു ടയറ് കുടുങ്ങിയേ. എങ്ങനെയാ കേറുക? இப்படி ஒரு கேவை உங்கள் பார்த்திருக்கா? പോണ്ടിച്ചേരി പക്കത്തിൽ அமைதியான கேவு. கொஞ்சம் ரிஸ்க் இருக்கு இங்க. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങ രസിച്ചിട്ട് ഇരിക്ക, അത്ഭുതപ്പെടുന്നു അല്ലേ? എന്തായാലും വരേണ്ട ഒരു സ്ഥലമാട്ടോ. വരുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഓവർ തടിയുള്ളവരാണെങ്കിൽ കുറച്ച് തടിയൊക്കെ കുറച്ചിട്ട് വേണം വരാൻ. പിന്നെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈക്കിനെക്കാട്ടും നല്ലത് കാറാട്ടോ. കാരണം ഭയങ്കര പൊടിയാണ് യാത്രയിൽ. കയ്യിൽ നിന്ന് നേരത്തെ വിടുക. ഇവിടെ അങ്ങനെ എൻട്രി ഫീയോ അങ്ങനെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പം വേണമെങ്കിലും വരാം, എപ്പം വേണമെങ്കിലും പോവാം, സ്വന്തം റിസ്കില്. ഇതിനുള്ളില് കുടുങ്ങിപ്പോയാൽ കുടുങ്ങിയ തന്നെ കേട്ടോ. വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഷാഫിയൊക്കെ ഹെവി റിസ്കിലാണ് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിയാലേ മഞ്ഞമ്മൽ ബോയ്സ് കുടുങ്ങിയ മാതിരിയാവും. ഇത് പുറം കാണുന്നില്ലല്ലോ, നടന്ന് നടന്ന് പോവാന്നല്ലാതെ. ഓ വാ വാ റിസ്കി. ക്യാമറയും തൂക്കി ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒരു തട്ട്. ഇത് പോണ്ടിച്ചേരി ഒരു 30 കിലോമീറ്റർ അല്ലേ? 30 കിലോമീറ്റർ അല്ലേ? 30 കിലോമീറ്റർ കുറച്ച് മുമ്പോട്ട് വരുന്നു ഗ്രാമത്തില്. ഇതിന്റെ ഒക്കെ കളർ നോക്കിയല്ലേ, റെഡ്, ഡാർക്ക് റെഡ് അല്ല, പക്ഷെ എന്നാലും ആ റെഡിന്റെ ഒരു മഴക്കാലത്താണെങ്കിലേ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ ഒലിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരാനും അടിപൊളി. മഴക്കാലത്ത് വേറൊരു വെയിൽ. ഇപ്പൊ ഇവിടെ മുകളിലൊക്കെ നല്ല വെയിലാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല പൂളാണ്, നല്ല പൂള. ഓഹോ ഓഹോ വീഡിയോ ഓണാക്കിയുണ്ട്. റെഡ് ഉണ്ടോ അങ്ങോട്ട്? ആ കുഞ്ഞാണി പഴയ വൈബിൽ തന്നെ ഉള്ളത്. കേവായാലും കടലായാലും വെള്ളമായാലും പുഴയായാലും ഒക്കെ വൈബിലാണ്. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചാടണമെങ്കിലേ വീണ് കഴിഞ്ഞാല് ഇവിടെ ഒരു വെള്ള ഉറവൊക്കെ ഉണ്ട്. റോഡ് ഇവിടെ ഇങ്ങോട്ട് വരണം ഫോട്ടോ.
ഇത് എങ്ങനെ പറയാൻ വേണ്ടി സ്പീഡിൽ പോകണം. അയ്യ എവിടെ നോക്കായി. വീഡിയോ കോളാ കഷ്ടപ്പെട്ട് വീഡിയോ കോൾ ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാട്